നമസ്കാരം. നാളെയേറെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പട്ടാമ്പിയിൽ ബാങ്കുകളിലും ധനകാര്യ സ്ഥാപനങ്ങളിലും പോലീസിന്റെ സെക്യൂരിറ്റി ഓഡിറ്റിംഗ് ജ്വല്ലറികളിലും സുരക്ഷാ പരിശോധന നടത്തുമെന്ന് പട്ടാമ്പി പോലീസ് അറിയിച്ചു. ബാങ്കുകൾക്കും ധനകാര്യ സ്ഥാപനങ്ങൾക്കുമെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് പോലീസ് നടപടി. ബാങ്കുകൾക്കും ധനകാര്യ സ്ഥാപനങ്ങൾക്കും എതിരായുള്ള കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ അത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ തടയുന്നതിനും ധനകാര്യ സ്ഥാപനങ്ങളുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടിയാണ് പട്ടാമ്പി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മുഴുവൻ പൊതുമേഖലാ ബാങ്കുകളിലും സഹകരണ ബാങ്കുകളിലും മറ്റു സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളിലും പോലീസ് സെക്യൂരിറ്റി ഓഡിറ്റിംഗ് നടത്തുന്നത്. സ്ഥാപനങ്ങളിൽ നിലവിൽ ഒരുക്കിയിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങൾ മുഴുവൻ പോലീസ് പരിശോധിച്ചതിൽ ചില സ്ഥാപനങ്ങളിൽ സുരക്ഷാ സംവിധാനങ്ങളിലെ പോരായ്മകൾ കണ്ടെത്തിയിരുന്നു. ഇത്തരം സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകിയതായും സുരക്ഷാ കാരണങ്ങളാൽ അത് വെളിപ്പെടുത്തുന്നില്ലെന്നും പോലീസ് അറിയിച്ചു. പട്ടാമ്പി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ PK പത്മരാജൻ, SI-മാരായ K മണികണ്ഠൻ, P സന്തോഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. വരും ദിവസങ്ങളിൽ പട്ടാമ്പി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മുഴുവൻ ജ്വല്ലറികളിലും സുരക്ഷാ പരിശോധന നടത്തുമെന്ന് പോലീസ് അറിയിച്ചു. മെക് 7 പദ്ധതിയിൽ ജാതിയും മതവും രാഷ്ട്രീയവും ഒന്നും തനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ലെന്ന് VK ശ്രീകണ്ഠൻ MP. മെക് 7 പൊതുജനാരോഗ്യ സേനയുടെ പട്ടാമ്പി മേഖലാ ഉദ്ഘാടനം ഓങ്ങല്ലൂരിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു MP. ആരോഗ്യമുള്ള ജനത നാടിൻ്റെ സമ്പത്ത് എന്ന ലക്ഷ്യമായി സൗജന്യമായി വ്യായാമമുറകൾ പരിശീലിപ്പിച്ച് മുന്നേറുന്ന മെക് 7 പൊതുജനാരോഗ്യ സേനയുടെ പട്ടാമ്പി മേഖലാതല ഉദ്ഘാടനമാണ് ഓങ്ങല്ലൂർ അൽഹുദ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് നടത്തിയത്. ഈ കൂട്ടായ്മയെക്കുറിച്ചുള്ള പലവിധത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് പട്ടാമ്പി മേഖലാതല ഉദ്ഘാടനം നടന്നത്. VK ശ്രീകണ്ഠൻ MP മേഖലാതല ഉദ്ഘാടനം നിർവഹിച്ചു. ജാതിയും മതവും രാഷ്ട്രീയവുമൊന്നും മെക് 7-ൽ തനിക്ക് കാണാൻ കഴിഞ്ഞില്ലെന്ന് MP ഉദ്ഘാടന പ്രസംഗത്തിൽ സൂചിപ്പിച്ചു. മെക് 7 നല്ല പദ്ധതിയാണെന്നും രാജ്യവ്യാപകമായി നടപ്പാക്കേണ്ട പദ്ധതിയാണെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി. സർക്കാരും സർക്കാർ സംവിധാനങ്ങളൊക്കെ പ്രവർത്തിച്ചാൽ പോലും പല കാര്യങ്ങളെക്കുറിച്ചും അജ്ഞരാണ്. അറിവില്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ വിവേകമില്ലാത്തതുകൊണ്ട് നമുക്ക് പൂർണ്ണമായി സാധ്യമാകുന്നില്ല. എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ തന്നെ ജനങ്ങളെ നല്ല ആരോഗ്യമുള്ളവരാക്കാൻ മരുന്നിനെ അകറ്റി നിർത്താൻ കഴിയുന്ന മെക് 7 രാജ്യവ്യാപകമായിട്ട് തന്നെ ഉണ്ടാകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം വളരെ ലളിതമായ വിവിധ മേഖലകളിലുള്ള എക്സസൈസുകളെ, വ്യായാമ മുറകളെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഇവിടെ നടപ്പിലാക്കുകയാണ്. തീർച്ചയായിട്ടും ഓരോ കുടുംബങ്ങൾക്കും ഇതിൽ പങ്കാളികളാകാം എന്നുള്ളതും എല്ലാവർക്കും ഒരുപോലെ ഇത് പരിശീലിക്കാം എന്നുള്ളത് കൊണ്ടും വളരെ നല്ല കാര്യമാണ്. മേഖലാതല ഉദ്ഘാടനത്തിൽ വിവിധ യൂണിറ്റുകളിൽ നിന്നുമായി 1000-ഓളം പേരാണ് പങ്കെടുത്തത്. ചടങ്ങിന് മുമ്പായി തന്നെ എത്തിയ MP വ്യായാമം മുഴുവൻ സമയവും വീക്ഷിച്ച ശേഷമാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. സർക്കാർ സംവിധാനങ്ങൾക്ക് പോലും ഇന്ന് ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണം ഉറപ്പുവെക്കാൻ കഴിയാത്ത സാഹചര്യമാണെന്നും അങ്ങനെയുള്ളപ്പോൾ ഇത്തരം കൂട്ടായ്മകൾ മുന്നോട്ട് വയ്ക്കുന്ന കാഴ്ചപ്പാട് നല്ലതാണെന്നും VK ശ്രീകണ്ഠൻ ഓർമ്മപ്പെടുത്തി. ഈ പലതരത്തിൽ കോണുകളിൽ നിന്നൊക്കെ ചില വിമർശനങ്ങളൊക്കെ ഉണ്ടെങ്കിലും എന്റെ കണ്ണിൽ ഞാൻ നേരിട്ട് കണ്ടതാണ്. ഇത് ഈ ഹെൽത്ത് ക്ലബ്ബ് വ്യാപകമാക്കി ഇതില് പ്രത്യേക വിഭാഗമില്ല, പ്രത്യേക മതമില്ല, പ്രത്യേക ജാതിയില്ല, മനുഷ്യന് പ്രത്യേകമായ ഒരു അവസ്ഥയില്ല. യഥാർത്ഥത്തിൽ എല്ലാവരും മനുഷ്യരാണ്, അല്ലെ? ഏത് ജാതിയാണെങ്കിലും മതമാണെങ്കിലും നമുക്ക് എല്ലാവർക്കും ചോരയും മജ്ജയും മാംസവും ഒക്കെ ഉള്ളവരാണ്. നമ്മൾ നന്നായി പ്രവർത്തിച്ചാൽ നമ്മളെല്ലാവരെയും സ്നേഹിക്കാൻ നമുക്ക് കഴിയും. ആ സൗഹൃദവും സന്തോഷം കൊണ്ട് എല്ലാവരോടും നല്ല സമീപനം കൊണ്ട് അവരെ ആദരിക്കാനും ബഹുമാനിക്കാനും നമ്മൾ പഠിക്കും. മനുഷ്യന് വേണ്ട ഗുണം എന്നുള്ളത് അത് തന്നെയാണ്. 2 വർഷമായി മെക് 7-ന്റെ ഭാഗമായി വ്യായാമമുറകൾ ചെയ്യുന്ന ആളാണ് താനെന്ന് KPCC അംഗം റിയാസ് മുക്കോളി ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞു. 2 വർഷം മുമ്പ് മെക് 7-ന്റെ ഭാഗമായി എനിക്ക് പറ്റാവുന്ന ദിവസങ്ങളിലൊക്കെ ഈ ഒരു ഉദ്യമത്തിൽ പങ്കെടുക്കുന്ന ഒരാളാണ്. എനിക്ക് വളരെ വ്യക്തമായി ഈ ഒരു കൂട്ടായ്മയെക്കുറിച്ച് അറിയാം, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണ്. ഇവിടെ നേരത്തെ ആരും സൂചിപ്പിച്ചു, ഇത്തരം കൂട്ടായ്മകൾ കൊണ്ടുണ്ടാകുന്ന ഗുണങ്ങളെ സംബന്ധിച്ച് നമ്മൾ ഇന്ന് നമ്മുടെ ഭക്ഷണം വാങ്ങുന്നതിനേക്കാൾ വലിയ പണം ചെലവഴിച്ചുകൊണ്ട് മരുന്ന് വാങ്ങുമ്പോൾ ആ മരുന്ന് കുറയ്ക്കാനുള്ള ഏറ്റവും വലിയ മാർഗമാണ് ആർക്കും ഒരു ഉപദ്രവവും ചെയ്യാത്ത ഈ മെക് 7 എന്നുള്ളത്
ഇന്ന് ലോകം സാക്ഷ്യപ്പെടുത്തുകയാണ്. ആരോഗ്യ സംരക്ഷണത്തിന് പുതിയൊരു സംസ്കാരത്തിനാണ് മെക്സവൻ തുടക്കം കുറിച്ചിരിക്കുന്നതെന്ന് പട്ടാമ്പി നഗരസഭാ ചെയർമാൻ ടി.പി. ഷാജി ഓർമ്മപ്പെടുത്തി. കഴിഞ്ഞ 2-3 ദിവസങ്ങളായി പത്ര ദൃശ്യമാധ്യമങ്ങളിലൂടെ ഈ മെക്സവൻ എന്ന പ്രസ്ഥാനത്തിനെതിരായി വ്യാപകമായ രീതിയിലുള്ള പ്രചരണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞാനിവിടെ കടന്നു വരുമ്പോൾ മതമൗലികവാദികളെയോ മതരാഷ്ട്രവാദികളെയോ മത തീവ്രവാദികളെയോ ഒന്നും നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. മറിച്ച് സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന 100 കണക്കിന് സ്ത്രീകളെയും പുരുഷന്മാരെയും മാത്രമാണ് നമുക്കിവിടെ കാണാൻ സാധിച്ചിട്ടുള്ളത്. മെക്സവൻ ഫൗണ്ടർ ക്യാപ്റ്റൻ സൊലാഹുദ്ദീൻ, ബ്രാൻഡ് അംബാസിഡർ അറക്കൽ ബാവ, ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് അംഗം ദിവ്യ ദിവാകരൻ, മെക്സവൻ പാലക്കാട് ജില്ലാ കോർഡിനേറ്റർ ജമാൽ പറവയ്ക്കൽ, ജിതേഷ്, ഏരിയ കോർഡിനേറ്റർ സെയ്തൽവി, വീരാൻ ഹാജി, വി ആലിക്കുട്ടി ഹാജി, ഇല്യാസ് വരമംഗലത്ത് തുടങ്ങിയവരും പങ്കെടുത്തു. ചെറുതുരുത്തി കേരള കലാമണ്ഡലം നിള ക്യാമ്പസിൽ സ്ത്രീ സാന്നിധ്യത്തിൽ വീണ്ടും കഥകളി അവതരണം നടന്നു. ഭഗവതം കഥകളിയിലെ ഹിഡുംബിയുടെ വേഷം അവതരിപ്പിച്ച നന്ദിത എന്ന വിദ്യാർത്ഥിനിയാണ് അരങ്ങിലെത്തിയത്. വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് മെമ്പറും നൃത്ത അധ്യാപികയുമായ അജിത രവികുമാർ ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. കലാമണ്ഡലം അക്കാദമിക് കോർഡിനേറ്റർ കലാമണ്ഡലം അച്യുതാനന്ദൻ അധ്യക്ഷത വഹിച്ചു. കഥകളിയിലെ വടക്കൻ കളരി അധ്യാപകൻ എം മുകുന്ദൻ കഥകളിയെക്കുറിച്ച് സംസാരിച്ചു. തുടർന്ന് കഥകളി അരങ്ങേറി. ഭീമനായി ആർ ആദിത്യൻ വേഷമിട്ടു. സംഗീതത്തിൽ വിനീഷ്, കാർത്തിക് എന്നിവരും, ചെണ്ടയിൽ അദ്രജ്, ഇടക്കയിൽ ശ്രീശങ്കർ, മദ്ദളത്തിൽ ആകാശ്, ചുട്ടിയിൽ MA അർജുൻ എന്നിവരും ഉണ്ടായിരുന്നു. എത്ര വലുതായിക്കൊള്ളട്ടെ ചെറുതായിക്കൊള്ളട്ടെ നമ്മളെ വിളിച്ചിട്ട് ഒരു പരിപാടിയിൽ പങ്കെടുപ്പിക്കുകയും അതിന് നമ്മളെ മുഖ്യാതിഥിയായിട്ട് ക്ഷണിക്കുകയും ഇനി അതൊന്നും അല്ലെങ്കിൽ തന്നെ ആ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിക്കുക എന്നുള്ളത് വളരെ അഭിമാന നിമിഷം തന്നെയാണ്. ചാലിശ്ശേരിയിൽ നിന്നും കിണറ്റിൽ നിന്ന് അത്യുഗ്ര വിഷമുള്ള 2 അണലികളെ അതിസാഹസികമായി പിടികൂടി. BSNL ഓഫീസിന് സമീപം ചീരൻ വീട്ടിൽ തോമസ് ചീരന്റെ പറമ്പിലെ കിണറ്റിൽ നിന്നാണ് ഉഗ്രവിഷമുള്ള പാമ്പുകളെ പിടികൂടിയത്. പ്രസവിക്കാറായ ഏകദേശം 4 വയസ്സോളം പ്രായമുള്ള ആൺ അണലിയും 3 വയസ്സോളം പ്രായമുള്ള പെൺ അണലിയുമാണ് ഉണ്ടായിരുന്നത്. പരിസ്ഥിതി പ്രവർത്തകൻ രാജൻ പെരുമ്പിലാവ് എത്തിയാണ് ചാലിശ്ശേരി പോലീസിന്റെ സാന്നിധ്യത്തിൽ 1 മണിക്കൂറോളം നീണ്ട പരിശ്രമത്തിൽ പാമ്പുകളെ പിടികൂടിയത്. ചാലിശ്ശേരി പോലീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ S. മഹേശ്വരി, പോലീസ് ഡ്രൈവറും സിവിൽ പോലീസ് ഓഫീസറുമായ സുരേഷ് പെരിങ്ങോട്, വാർഡ് മെമ്പർ ഹുസൈൻ പുളിയഞ്ഞാലിൽ, പഞ്ചായത്ത് കോർഡിനേറ്റർ പ്രദീപ് ചെറുവാശ്ശേരി എന്നിവരും സ്ഥലത്തുണ്ടായിരുന്നു. പിടികൂടിയ പാമ്പുകളെ എരുമപ്പെട്ടി ഫോറസ്റ്റ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചു. ചാലിശ്ശേരി പഞ്ചായത്ത് കേരളോത്സവം വോളിബോൾ മത്സരത്തിൽ യുണൈറ്റഡ് പാലയ്ക്കൽ പീടിക ചാമ്പ്യന്മാരായി. പെരുമണ്ണൂർ യുവധാര ക്ലബിന്റെ നേതൃത്വത്തിൽ കോട്ടക്കാവ് ക്ഷേത്ര മൈതാനിയിലാണ് മത്സരങ്ങൾ നടന്നത്. 4 ടീമുകളാണ് വാശിയേറിയ മത്സരത്തിൽ പങ്കെടുത്തത്. ഫൈനൽ മത്സരത്തിൽ ലയൺ ബോയ്സ് തണ്ണീർക്കോടിനെ പരാജയപ്പെടുത്തിയാണ് യുണൈറ്റഡ് പാലയ്ക്ക പീടിക ചാമ്പ്യന്മാരായത്. CPM വള്ളത്തോൾ നഗർ ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി ചെറുതുരുത്തി, നെടുമ്പുര ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പഴയകാല പാർട്ടി പ്രവർത്തകരെ ആദരിക്കലും സാംസ്കാരിക സന്ധ്യയും നടത്തി. നായനാർ സ്മാരക ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി UR പ്രദീപ് MLA ഉദ്ഘാടനം ചെയ്തു. ഏരിയ സെക്രട്ടറി KK മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. ഏരിയ കമ്മിറ്റി അംഗങ്ങളായ KM അഷ്റഫ്, KP രാധാകൃഷ്ണൻ, M സുലൈമാൻ, ഷെയ്ഖ് അബ്ദുൽ ഖാദർ, ലോക്കൽ സെക്രട്ടറിമാരായ KP അനിൽ, MH അബ്ദുൽ സലാം തുടങ്ങിയവർ സംസാരിച്ചു. ഡിസംബർ 16, 17 തീയതികളിൽ തളിയിലെ A. പത്മനാഭൻ നഗറിലാണ് സമ്മേളനം നടക്കുന്നത്. കോടനാട് യത്തീംഖാന 31 വാർഷികവും 4ാമത് സനദ് ദാന സമ്മേളനവും ഡിസംബർ 17 മുതൽ 19 വരെയുള്ള തീയതികളിലായി നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വാർഷികത്തിന്റെ ഭാഗമായി മതപ്രഭാഷണം, ദിക്ർ, ദുആ മജ്ലിസ്, ഖുതുബിയത്ത് വാർഷികം, മഹല്ല് സന്ദർശനം, പൂർവ്വ വിദ്യാർത്ഥിനി സംഗമം എന്നിവ സംഘടിപ്പിക്കും. ഡിസംബർ 17 ചൊവ്വാഴ്ച വൈകിട്ട് 4 മണിക്ക് സ്ഥാപന ട്രഷറർ തട്ടത്താഴത്ത് ബക്കർ ഹാജി പതാക ഉയർത്തും. രാത്രി 7 മണിക്ക് സയ്യിദ് ഷിഹാബുദ്ദീൻ തങ്ങൾ വല്ലപ്പുഴ ഉദ്ഘാടനം ചെയ്യും. മുനീറുൽ ഹുദവി വിളയിൽ മതപ്രഭാഷണം നടത്തും. സുലൈമാൻ ദാരിമി ഏലംകുളം പ്രാർത്ഥനാ സദസ്സിന് നേതൃത്വം നൽകും. സമ്മേളന ഉപഹാരമായ നിലാവ് മാഗസിൻ സയ്യിദ് SMK തങ്ങൾ തണ്ണീർക്കോട് മജീദ് ഹാജി പട്ടിശ്ശേരിക്ക് നൽകി പ്രകാശനം ചെയ്യും. ബുധനാഴ്ച രാത്രി 7 മണിക്ക് GM സൊലാഹുദ്ദീൻ ഫൈസി വല്ലപ്പുഴ ഉദ്ഘാടനം ചെയ്യും. നൌഷാദ് ബാഖവി ചെറിയൻകീഴ് മതപ്രഭാഷണം നിർവഹിക്കും. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് പഠനം പൂർത്തിയാക്കിയ 35 യുവ പണ്ഡിതർക്ക് സന്നദ്ദാനം നടത്തും. പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ അധ്യക്ഷത വഹിക്കും. സമസ്ത പ്രസിഡന്റ് സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. അൻവർ മുഹിയുദ്ദീൻ ഹുദവി ആലുവ മുഖ്യപ്രഭാഷണം നടത്തും.
പ്രാർത്ഥനാ സദസ്സിന് സമസ്ത മുഷാവറാംഗം ഇസ്മായിൽ മുസ്ലിയാർ കുമരനെല്ലൂർ നേതൃത്വം നൽകും. അബ്ദുൽ ഖാദർ ഫൈസി തലക്കശ്ശേരി സന്നദ്ധാന പ്രഭാഷണം നിർവഹിക്കും. ഹൈദരലി ശിഹാബ് തങ്ങൾ സ്മാരക 3ാമത് ഫളൽ അവാർഡ് AV ചേക്കുഹാജി കൂറ്റനാടിനെ ഹമീദ് അലി ശിഹാബ് തങ്ങൾ നൽകും. ഫാദിലയിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയ ഫാത്തിമ സഹദിയ പൂക്കരത്തറയ്ക്ക് TM മൊയ്തുണ്ണി മാസ്റ്റർ സ്മാരക അവാർഡും ഫാദിലയിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയ നിദ ഫാത്തിമ വെള്ളത്തൂരിന് MV ഉണ്ണി ഹാജി സ്മാരക അവാർഡും തങ്ങൾ നൽകും. വാർത്താ സമ്മേളനത്തിൽ GM സലാഹുദ്ദീൻ ഫൈസി വല്ലപ്പുഴ, അബ്ദുൽ ഖാദർ ഫൈസി തലക്കശ്ശേരി, TS കുഞ്ഞയ മുഹാജി, MV ആദംകുട്ടി ഹാജി, ചേക്കു ഹാജി കൂറ്റനാട്, ബക്കർ ഹാജി തട്ടത്താഴത്ത്, AV ഹൈദരു കൂറ്റനാട്, കാട്ടാത്തതിൽ അലിഹാജി തുടങ്ങിയവർ പങ്കെടുത്തു. പാവപ്പെട്ട മാതാപിതാക്കളില്ലാത്ത പാവപ്പെട്ട മക്കൾ, സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്ന രക്ഷിതാക്കളുടെ മക്കൾ 120ഓളം വരുന്ന വിദ്യാർത്ഥികൾ ഇന്ന് സ്ഥാപനത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. 17-ാം തീയതി രാത്രി 7 മണിക്ക് കേരളത്തിലെ അറിയപ്പെട്ട പ്രഭാഷകൻ മുനീർ ഹുദവി വിളയിൽ മുഖ്യപ്രഭാഷണം നിർവഹിക്കും. സുലൈമാൻ ദാരിമി ആലങ്കുളം ദുആ സദസ്സിന് നേതൃത്വം നൽകും. 18-ാം തീയതി ബുധനാഴ്ച രാത്രി നൗഷാദ് ബാക്കവി ചിറയൻകീഴ് മുഖ്യപ്രഭാഷണം നിർവഹിക്കും. 19-ാം തീയതി ഉച്ചയ്ക്ക് 2 മണിക്ക് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അജയ്യനായ പ്രസിഡന്റ് സയ്യിദുൽ ഉലമ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം നിർവഹിക്കുന്ന സന്നദ്ധാന സമ്മേളനം പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ സന്നദ്ധാനം നിർവഹിക്കും. അൻവർ മുഹീദ്ദീൻ ഹുദവി ആലുവ മുഖ്യപ്രഭാഷണം നിർവഹിക്കുന്ന മഹത്തായ സമ്മേളനത്തിലേക്ക് എല്ലാവരെയും ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുകയാണ്. CCTV ന്യൂസ് തൃത്താല. തൃശൂർ നെഹ്റു യുവ കേന്ദ്രയുടെയും തളി നെഹ്റു സ്മാരക വായനശാലയുടെയും സംയുക്താഭിമുഖ്യത്തിൽ വിജയ് ദിവസ് ആഘോഷിച്ചു. 1971 ഇന്ത്യ പാകിസ്ഥാനുമേൽ നേടിയ യുദ്ധവിജയ ദിവസമാണ് ഡിസംബർ 16 ആഘോഷിക്കുന്നത്. വടക്കാഞ്ചേരി എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ജിജി പോൾ ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് AV ശ്രീധരൻ അധ്യക്ഷനായി. വായനശാല സെക്രട്ടറി CK വിനോദ്, ഭരണസമിതി അംഗങ്ങളായ TPA ഹമീദ്, ചിത്രലേഖ, ഹരിദാസ് തളി, വിജിത CV എന്നിവർ സംസാരിച്ചു. 1971 യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുത്തവരെയും തളിയിലെ വിമുക്ത ഭടന്മാരെയും ആദരിച്ചു. വിരുട്ടാണത്ത് കുന്നത്ത് മഠം ശങ്കരനാരായണൻ അടികൾ, VKS അടികൾ, കാഞ്ഞുള്ളി പുത്തൻവീട്ടിൽ കുമാരൻ നായർ, അയ്യപ്പൻകാട്ടിൽ ശ്രീധരൻ, പള്ളിക്കൽ രാമചന്ദ്രൻ നമ്പ്യാർ, ചേലിക്കാട്ടിൽ സച്ചിദാനന്ദൻ നമ്പ്യാർ, ചക്കൻ ചാത്ത് രാവുണ്ണി നായർ എന്നിവർ ആദരം ഏറ്റുവാങ്ങി. ചടങ്ങിൽ കേരളോത്സവ വിജയികൾക്ക് അനുമോദനം, യോഗ പഠിതാക്കൾക്ക് സർട്ടിഫിക്കറ്റുകളും നൽകി. സേവാഭാരതി പാലിയേറ്റീവ് കെയർ കൂറ്റനാടിന്റെ 3ാം വാർഷികവും അലോപ്പതി മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു. കൂറ്റനാട് ചന്ദ്രോദയം മെഡിക്കൽ സെന്ററിന്റെ സഹകരണത്തോടെയാണ് ക്യാമ്പ് നടത്തിയത്. രാഷ്ട്രീയ സ്വയം സേവാ സംഘം ദക്ഷിണ കേരള സമ്പർക്ക് പ്രമുഖ് UN ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. സേവാഭാരതി പാലിയേറ്റീവ് കെയർ യൂണിറ്റ് പ്രസിഡന്റ് മണിക്കുട്ടൻ അധ്യക്ഷനായി. ശിവകുമാർ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. അഡ്വക്കേറ്റ് KV മനോജ്, കേണൽ M സുകുമാരൻ, രാമചന്ദ്രൻ, NP പ്രകാശ്, പീതാംബരൻ, അരവിന്ദൻ, രവീന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. NSS യൂണിയന്റെ പട്ടാമ്പി മേഖലാ സമ്മേളനം സംഘടിപ്പിച്ചു. താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് P നാരായണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. NSS കരയോഗം പട്ടാമ്പി മേഖലാ സമ്മേളനമാണ് പട്ടാമ്പി സിത്താര ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയത്. NSS ഡയറക്ടർ ബോർഡ് അംഗവും താലൂക്ക് യൂണിയൻ പ്രസിഡന്റുമായ P നാരായണൻ മേഖലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നിസ്വാർത്ഥമായി പ്രവർത്തിച്ചാൽ അത് വിജയം കണ്ടിരിക്കും. ഈ ഒരു പാഠം നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കണം. നമ്മളൊക്കെ പ്രായം എല്ലാവരും 60 വയസ്സ് 50 വയസ്സിന് മുകളിലായി. നമ്മുടെ കുട്ടികൾക്ക് ഇങ്ങനൊരു സമുദായം ഇവിടെ ഉണ്ട്, അതിന്റെ പ്രാധാന്യം എന്താണെന്ന് ദയവ് ചെയ്ത് നിങ്ങൾ വിശദമായി അവരെ ധരിപ്പിക്കണം. അല്ലെങ്കിൽ ഒരു 19 കൊല്ലം കഴിയുമ്പോൾ നായർ പറഞ്ഞാൽ നായരുണ്ടായിരുന്നു ചോദിക്കും. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ വഴിവെക്കരുത്. നമ്മൾ സംഘടനയെ പറ്റി പറയുകയാണെങ്കിൽ 114 വർഷം പാരമ്പര്യം. ഒരു കാര്യം നമുക്കൊക്കെ അഭിമാനിക്കാം, നമ്മുടെ സംഘടനയെ നയിച്ചിട്ടുള്ള ഓരോ വ്യക്തികളും നേതാക്കന്മാർ, നമ്മുടെ നേതാക്കന്മാർ പ്രഗത്ഭന്മാരായിരുന്നു. നിങ്ങൾ എടുത്തു നോക്കൂ ചരിത്രം, പ്രഗത്ഭന്മാരായിരുന്നു നമ്മളെല്ലാവരും. NSSനെ പറ്റി അപ്പുറത്തും പുറത്തിരുന്നിട്ട് കുറ്റം പറയുന്ന ആൾക്കാരുള്ളത് ആരാ? ഒന്നും വിചാരിക്കരുത്, നായർ തന്നെയാണ് നമ്മളെ വിമർശിക്കുക, വേറൊരാളെ നമ്മളെ വിമർശിക്കില്ല. ദയവ് ചെയ്ത് നമ്മളെ വിമർശിക്കുന്ന ഒരാളുടെ ഒപ്പം കൂടി അതിൽ കൂടി ചിരിക്കരുത് നിങ്ങളാണ്. യൂണിയൻ വൈസ് പ്രസിഡന്റ് M മോഹനൻ അധ്യക്ഷനായിരുന്നു. മണ്ണാർക്കാട് യൂണിയൻ പ്രസിഡന്റ് K ശശികുമാർ,
തളിപ്പറമ്പ് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് MM ഷിജിത്ത് എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു. ഒറ്റപ്പാലം യൂണിയൻ സെക്രട്ടറി KV ജയചന്ദ്രൻ, വനിതാ യൂണിയൻ സെക്രട്ടറി P പുഷ്പലത, യൂണിയൻ ഇൻസ്പെക്ടർ ട്രെയിനി VR ഷിബിൻ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. 40-ൽ പരം കരയോഗങ്ങളിൽ നിന്നുമായി 800ഓളം അംഗങ്ങളാണ് മേഖലാ സമ്മേളനത്തിൽ പങ്കെടുത്തത്. SYS പ്ലാറ്റിനം സഫർ ആഘോഷങ്ങളുടെ ഭാഗമായി ഡിസംബർ 27, 28, 29 തീയതികളിൽ തൃശൂരിൽ നടക്കുന്ന കേരള യുവജന സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം വള്ളത്തോൾ നഗർ വെട്ടിക്കാട്ടിരി യൂണിറ്റ് കമ്മിറ്റി സൗഹൃദ ചായ സംഗമം നടത്തി. വെട്ടിക്കാട്ടിരി സെന്ററിൽ ഷാഹുൽ ഹമീദ് അസ്ഹരി ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് അബ്ദുറഹ്മാൻ അഷ്റഫി അധ്യക്ഷത വഹിച്ചു. വിവിധ രാഷ്ട്രീയ പാർട്ടികളെ പ്രതിനിധീകരിച്ച PA അബ്ദുൾ ജബ്ബാർ, MA അബ്ദുൾ അസീസ്, PM ബഷീർ, അബ്ദുൽ ലത്തീഫ് സഖാഫി എന്നിവർ സംസാരിച്ചു. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായ നമ്മുടെ ജില്ലയിൽ ആമ്പല്ലൂരിൽ വെച്ച് നടക്കുകയാണ്. ആ സമ്മേളനം പ്ലാറ്റിനം ഇയർ സമ്മേളനവുമായി ബന്ധപ്പെട്ട് SYSന്റെ കേരളത്തിലെ 6000-ലധികം വരുന്ന യൂണിറ്റുകളിൽ സംഘടിപ്പിക്കുന്ന സൗഹൃദ ചായ എന്ന് പറയുന്ന സംഗമത്തിലാണ് നമ്മളിപ്പോഴുള്ളത്. അതിൻ്റെ രംഗങ്ങളിൽ ഒരുമിച്ചിരുന്ന് സൗഹൃദം പങ്കുവച്ചിരുന്ന നമ്മുടെ നാടിൻ്റെ ഒരു മനോഹരമായ ആ കാഴ്ചയെ തിരിച്ചു പിടിക്കുക, ആ സൗഹൃദ കൂട്ടായ്മയിലൂടെ നമ്മുടെ നാട്ടിൽ നിലനിന്നിരുന്ന ഐക്യവും ഒത്തൊരുമയും സ്നേഹവും ഒരിക്കലും അസ്തമിക്കാതെ എന്നും നിലനിൽക്കുക എന്ന ലക്ഷ്യവുമായി നമ്മൾ ഇവിടെ ഒത്തുചേർന്നിരിക്കുകയാണ്. പെരിങ്ങോട് മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ തൃക്കാർത്തിക വിളക്കാഘോഷം നടത്തി. പൂമുള്ളി വാസുദേവൻ നമ്പൂതിരിപ്പാട് ആദ്യ ദീപം തെളിയിച്ചു. മഹാഗണപതി ഹോമം, സൂക്ത പുഷ്പാഞ്ജലി തുടങ്ങി പ്രത്യേക പൂജകളും നടന്നു. വൈകിട്ട് കലാമണ്ഡലം സംഗീത് ചാക്യാർ അവതരിപ്പിച്ച ചാക്യാർ കൂത്തും ഉണ്ടായി. ഇന്ദ്രജിത്തുകുമാരൻ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കണു. കുരങ്ങന്റെ കഥ കഴിയും. എന്റെ മുഖത്തേക്കല്ല അങ്ങോട്ട് നോക്ക്. എടുത്തു പ്രയോഗിച്ചു. ആ കുരങ്ങന്റെ കഥ ഇപ്പൊ കഴിയും. അങ്ങനെ തിരിയിക്കണേന്റെ ഇടയിലാണ് ബ്രഹ്മാസ്ത്രം ഹനുമാന്റെ ശരീരത്തിൽ വന്ന് തട്ടി. ഹനുമാൻ മോഹാലസ്യപ്പെട്ട് വീണു. ആ രാക്ഷസന്മാരെ അങ്ങോട്ട് നോക്കുമ്പോളാ ഇപ്പൊ കഴിയും. അങ്ങനെ ഇരിക്കണേന്റെ കഴിഞ്ഞു. കുരങ്ങന്റെ കഥ കഴിഞ്ഞു. അറിയിപ്പ്: ഞാങ്ങാട്രി ക്വാർട്ടേഴ്സിൽ താമസിച്ചു വരികയായിരുന്ന വയനാട് അമ്പലവയൽ 1000 കൊല്ലി സ്വദേശി കുഴിവിള വീട്ടിൽ ചെല്ലയൻ മകൻ 58 വയസ്സുള്ള മണി എന്ന ആൾ നെഞ്ചുവേദനയെ തുടർന്ന് ഞായറാഴ്ച രാവിലെ തൃശൂർ മെഡിക്കൽ കോളേജിൽ വെച്ച് മരിച്ചു. ഇയാളുടെ ബന്ധുക്കളെക്കുറിച്ച് വിവരം കിട്ടുന്നവർ തൃത്താല പോലീസ് സ്റ്റേഷനിൽ അറിയിക്കേണ്ടതാണ്. അറിയിക്കേണ്ട നമ്പർ 94 97 93 41 77. ചരമം: തളി വിരുട്ടാണം പാനീശ്വരത്ത് മാരാത്ത് സദനം പത്മാവതിയമ്മ നിര്യാതയായി. 82 വയസ്സായിരുന്നു. സംസ്കാരം വീട്ടുവളപ്പിൽ നടത്തി. പരേതനായ പരമേശ്വരൻ നായരാണ് ഭർത്താവ്. കൃഷ്ണകുമാരി, ശിവകുമാർ, രാധാമണി, ഗിരി, പ്രസന്നൻ എന്നിവർ മക്കളാണ്. ഇതോടെ നിലയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.